ഒരു കാര്യം കൂടി ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേ വളരെ മോശമായിട്ടൊരു ബഫൂൺ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകാവസാനമായിരിക്കും 100 സീറ്റ് UDF കിട്ടിയാൽ എന്നൊക്കെയാണ് അങ്ങേര് പറഞ്ഞത്. അതേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പേരും കൂടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ജയിക്കുന്നു അല്ലേ? കോൺഗ്രസ് നേതാവിൻ്റെ ഒരാളുടെ പേര് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നറിയാലോ അദ്ദേഹത്തിന്. അത്രയും മതി എനിക്ക് സന്തോഷമായി. എന്നെ പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അതല്ല, അതിനേക്കാളും മോശമാക്കി പറഞ്ഞിട്ടല്ല. ഞാൻ പ്രതിപക്ഷ നേതാവായ പിന്നെ തവളെ പോലെ ചീർത്തെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നെ ഞാൻ പന്നനാണ്, വൃത്തികെട്ടവനാണ്, അതൊക്കെ പറഞ്ഞു. 90 വയസ്സായില്ലേ, ഞാൻ എങ്ങനെ തിരിച്ചു വരണം? അദ്ദേഹത്തിന് 90 വയസ്സായി. അല്ല, അദ്ദേഹത്തിന് 90 വയസ്സായി. ഞാൻ വല്ലതും പറഞ്ഞാൽ അതിലെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞതൊക്കെ പോവില്ലേ? ഞാൻ ഒന്നും പറയില്ല. 90 വയസ്സായിന്ന്. മങ്കടയിൽ ഉൾപ്പെടെ SDPI പിന്തുണ CPM-നാണെന്നും അതേ സാധനം പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം ശരിയാണോ? അല്ല, അദ്ദേഹം അത് പഠിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പഠിക്കാതെ പറയും. പഠിക്കാതെ പറയും. നേമത്തും പാലക്കാടും പിന്നെ UDF ചിത്രത്തിലേ ഇല്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവിടെ ഞങ്ങളുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ MLA ശബരിനാഥാണ് മത്സരിക്കുന്നത്. KS ശബരിനാഥ്. അത് ശിവൻകുട്ടി മനസ്സിലാക്കിക്കൊള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ. പിന്നെ പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. അല്ല, 18,000 ഇവിടെ CPM പരിതാപകരമായ 3-ാം സ്ഥാനത്താണ് ഈ പാലക്കാട്. ഞങ്ങൾ കരുതുന്നത് ഈ നേമത്ത് അവസാന റൗണ്ടിൽ മത്സരം UDF LDF തമ്മിലാവുമെന്ന ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. കാരണം ഭയങ്കര വ്യത്യാസമാണ്. CPM-ന് വലിയ വ്യത്യാസം. പരിതാപകരമായ 3-ാം സ്ഥാനത്താണ്. നേമത്ത് ഞങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഞങ്ങൾ വന്ന് അത് ആയിട്ട് വരും. ഞാൻ നിങ്ങളെയൊക്കെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞു, ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതല്ലേ അവസാനം ശരിയായത്? അല്ല, നിങ്ങളാരും എന്നോട് പറഞ്ഞതോ നിങ്ങളാരും എന്നോട് ചോദിച്ചതോ അല്ലല്ലോ ശരിയായത്. ഞാനല്ലേ പറഞ്ഞത് 15,000 വോട്ടിന് ജയിക്കേണ്ട സ്ഥലമാണ് പാലക്കാട്. പക്ഷേ CPM അവിടെ കാണിച്ച വൃത്തികേടുകൾ കൊണ്ട് അത് അതിന് മീതെ പോകും എന്ന് ഞാനല്ലേ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതല്ലേ അവിടെ റെഡിയായത്. 18,000 വോട്ടിന് ജയിച്ചില്ലേ? നിലമ്പൂര് പറഞ്ഞതും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? ഈ കണക്ക് അത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ഈ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് അങ്ങയുടെ വിഭാഗത്തിന് ഒരു വിഭാഗം നേതാക്കളാണ്. അതിലൊരു പരിഭവം ഉണ്ടോ? എങ്ങനെ രമേശ് ചെന്നിത്തലയെ പല കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നു. അതിൽ ഈ ഘട്ടത്തിൽ ഒരു പരിഭവം? ഒരു പരിഭവമില്ല. ഏത് കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം UDF ജയിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം. ഇപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുഖ്യമന്ത്രി, എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ UDF ജയിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ UDF-നെ അല്ല കുറ്റപ്പെടുത്തിയത്, കോൺഗ്രസിനെ അല്ല കുറ്റപ്പെടുത്തിയത്, എന്നെയാണ് വ്യക്തിപരമായിട്ടാണ്. അത് ഞാൻ സഹിച്ചെന്നേ. അല്ല, 100 അത് അദ്ദേഹം പറയട്ടെ എന്ന്. അദ്ദേഹം അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അത് ആലോചിക്കട്ടെ. 100 സീറ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രഖ്യാപനവുമാണ്. 100 സീറ്റിലധികം സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. ഞങ്ങൾ അതിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളിത് പറയാനൊരു ബേസ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ടല്ലോ. ഞങ്ങൾ ജയിച്ചു വരുന്ന ഭൂരിപക്ഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞങ്ങൾ ജയിച്ചു വരുന്ന 25,000 വോട്ട് തൃക്കാക്കരയിൽ, 37,000 വോട്ട് പുതുപ്പള്ളിയിൽ, 18,000 വോട്ട് പാലക്കാട്, ചേലക്കരയിലെ LDF-ൻ്റെ 40,000 ഭൂരിപക്ഷം 12,000. അവർ 3,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000 വോട്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ എല്ലാവരുടെയും ഭൂരിപക്ഷം കൂടി, ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം. മലബാറിലെ എല്ലാ സീറ്റിലും 1,00,000-ന് മീതെയാണ് ഭൂരിപക്ഷം. 30 കൊല്ലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം ലോക്കൽ ബോഡിയിൽ 4 കോർപ്പറേഷൻ പിടിച്ച് നിൽക്കുകയാണ് UDF. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ, ആ ഒരു ട്രെൻഡിൽ വിജയം പോകുമ്പോൾ 2001-ലെ വിജയം ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ട്. UDF തരംഗമാണ്. എനിക്കത് പുതിയുഗ യാത്രയിൽ കൂടുതൽ ബോധ്യമായതാണ്. ഞാൻ 100-ലധികം സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് പുതിയുഗ യാത്രയ്ക്ക് അടിവരയിട്ടു. നിങ്ങൾ കണ്ടതല്ലേ പുതിയുഗ യാത്ര? നിങ്ങൾ എത്ര രാഷ്ട്രീയ ജാഥകൾ കണ്ട മാധ്യമ പ്രവർത്തകരാണ്?